ശ്രീകൃഷ്ണപുരം കോട്ടപ്പുറം കുന്നക്കാട് ക്ഷീരോത്പാദക സഹകരണ സംഘത്തിൽ പാലളക്കുന്ന കർഷകർക്ക് മിൽമ നൽകുന്ന അധിക വില നൽകുന്നില്ലെന്ന് പരാതി. 2024 നവംബർ ഡിസംബർ മാസങ്ങളിൽ ലിറ്ററിന് 1 രൂപയും 2025 ജനുവരി ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ 2.5 രൂപയും മിൽമ ക്ഷീരോത്പാദക സഹകരണ സംഘങ്ങൾക്ക് അധിക വില നൽകിയിട്ടുണ്ട്. ഇത് കർഷകർക്ക് നൽകാൻ കുന്നക്കാട് ക്ഷീരോത്പാദക സഹകരണ സംഘം തയ്യാറായിട്ടില്ല എന്നാണ് ക്ഷീരകർഷകരുടെ പരാതി. സംഘത്തിൽ കർഷകർ എത്തിക്കുന്ന പാലിൽ മുഴുവനും മിൽമയിലേക്ക് നൽകുന്നില്ല എന്നും നല്ലൊരു ശതമാനം പ്രാദേശിക വിൽപ്പന നടത്തുകയാണ് എന്നും കർഷകർ ആരോപിക്കുന്നു. മിൽമയിൽ നിന്ന് ലഭിക്കുന്നതിനേക്കാൾ അധിക വില പ്രാദേശിക വിൽപ്പനയിൽ നിന്നും ലഭിക്കുന്നതുകൊണ്ടാണ് ഇതെന്നാണ് ആരോപണം. അതുകൊണ്ടാണ് കർഷകർക്ക് അവർ അളക്കുന്ന മുഴുവൻ പാലിനും മിൽമ നൽകുന്ന അധിക വില ലഭിക്കാതെ പോകുന്നതെന്നും ഇവർ പരാതി ഉന്നയിക്കുന്നു. സംഘത്തിന്റെ പ്രാദേശിക വിൽപ്പനയിൽ നിന്ന് ലഭിക്കുന്ന തുകയും മിൽമയിൽ നിന്ന് ലഭിക്കുന്ന അധിക വിലയും കൂടി ഉൾപ്പെടുത്തി കർഷകർക്ക് അളക്കുന്ന മുഴുവൻ പാലിനുമുള്ള അധിക വില നൽകണമെന്നാണ് കർഷകരുടെ ആവശ്യം. വിഷുവിനുള്ള അധിക വില തൊട്ടടുത്തുള്ള സംഘം കരിമ്പുഴ സംഘം 8 രൂപ തോതിൽ എല്ലാ കർഷകർക്കും കൊടുത്തപ്പോൾ ഞങ്ങൾ ഈ കുന്നക്കാട്ടിലെ പാലളക്കുന്ന കർഷകർക്ക് മാത്രമില്ല എന്ന് പറയുമ്പോൾ വല്ലാത്തൊരു വിഷമായി. അതിൻ്റെ മുകളിൽ ചോദിച്ചപ്പോൾ ഇവർ പറയണത് സംഘം നഷ്ടത്തിലാണെന്ന്. സംഘം നഷ്ടത്തിലാവാതിരിക്കില്ല, കാരണം ഒരുപാട് ജീവനക്കാരെയും വെച്ചിട്ട് ആകെ 300 ലിറ്റർ പാലിൻ്റെ താഴെയാണ് പാലളവ് ഇവിടെ ഉള്ളത്. ഒരു 4 ജീവനക്കാർ 2-3 ഓട്ടോറിക്ഷ കൂടി എങ്ങനെയും ഈ സംഘം നിലനിൽക്കില്ല. ഈ സംഘത്തിന്റെ നഷ്ടം കർഷകരുടെ നിന്ന് ഈടാക്കണം എന്നുള്ള രൂപത്തിലാണ് ഇപ്പോഴത്തെ ഭരണസമിതിയും ജീവനക്കാരും പറയണത്. അതുമായിട്ട് ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. ഞങ്ങൾക്ക് ഈ 8 രൂപ എന്നുള്ളത് ഞങ്ങൾക്ക് നവംബർ മാസത്തിൽ തന്നു എന്ന് പറയുന്നുണ്ട്. അതായിക്കോട്ടെ, 8 രൂപയെങ്കിലും ഞങ്ങൾക്ക് കിട്ടാതെ ഞങ്ങൾ ഇതാവില്ല. പറയേണ്ട ഇവർ പല ആൾക്കാരോടും പറയണ്ട, അവർക്ക് പറ്റില്ലെങ്കിൽ വേറെ അവിടെ. ഞങ്ങൾ ഇത്രയും കാലം 10-22 കൊല്ലമായി ഈ പാലളക്കണോ. ഇനിയും ഞങ്ങൾ ഇവിടെ തന്നെ അളക്കും ചെയ്യും. ഞങ്ങൾക്ക് മാന്യമായ ഞങ്ങളുടെ അവകാശങ്ങൾ ഞങ്ങൾ വാങ്ങും. അതിന് ഇനി എവിടെ തന്നെ കൊണ്ടുവന്നാലും വേണ്ടില്ല. എന്നാൽ സംഘത്തിന്റെ സ്വന്തം ഫണ്ടും പ്രാദേശിക വിൽപ്പനയിൽ നിന്നുള്ള ഫണ്ടും ഉപയോഗിച്ചുകൊണ്ട് കർഷകർക്ക് അധിക വില നൽകേണ്ടതില്ലെന്നും മിൽമയിൽ നിന്ന് ലഭിക്കുന്ന അധിക വില കർഷകർ അളക്കുന്ന മുഴുവൻ പാലിനും അനുപാതികമായി വിഭജിച്ച് നൽകണമെന്നുമാണ് സർക്കാർ സർക്കുലറിൽ പറയുന്നതെന്ന് സംഘം സെക്രട്ടറി കെ സത്യഭാമ പറഞ്ഞു. മിൽമ കൊടുത്ത പാലിന് ലിറ്റർ അനുപാതത്തിൽ മിൽമ സംഘത്തിന് നൽകുമെന്നും സംഘത്തിന് നൽകിയ ആ തുക ആനുപാതികമായി, അതായത് പാലളവിന്റെ അടിസ്ഥാനത്തിൽ വിഭജിച്ച് കർഷകർക്ക് തന്ന തുക മുഴുവനും വിതരണം ചെയ്യണമെന്നാണ് മിൽമ പറഞ്ഞിട്ടുള്ളത്. അതിൽ സംഘം വിഹിതം ഉൾപ്പെടുത്തണമെന്ന് മിൽമ പറഞ്ഞിട്ടില്ല. അതേപോലെ ഗവൺമെന്റിന്റെ ഒരു സർക്കുലർ, അതായത് 23/2008 തീയതിയിലെ DDD KER ബാർ 2256/2024 C2 ഈ നമ്പർ പ്രകാരം നമുക്കൊരു സർക്കുലർ വന്നിട്ടുണ്ട്. അതിൽ പറയുന്നുണ്ട്, യൂണിയനിൽ നിൽക്കുന്ന അധിക പാൽവില സംഘത്തിൽ സംഭരിച്ച മുഴുവൻ പാലിന്റെയും അളവിന് ആനുപാതികമായി വിഭജിച്ച് തങ്ങളുടെ ക്ഷീരകർഷകർക്ക് നൽകേണ്ടതാണ്. അവരും പറയുന്നുണ്ട്, സംഘത്തിൽ നിന്ന് കിട്ടിയ തുക കർഷകരുടെ അളവിന് ആനുപാതികമായി വിഭജിച്ചിട്ടാണ് കർഷകർക്ക് കൊടുക്കണം എന്ന് പറയുന്നത്. അതാണ് നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. പ്രാദേശിക വിൽപ്പനയില്ലാതെ ഒരു സംഘത്തിന് പിടിച്ചു നിൽക്കാൻ കഴിയില്ലെന്നും സംഘത്തിന്റേതായ ചെലവുകൾ മുഴുവനും ഇത്തരം ഫണ്ടിൽ നിന്നുമാണ് നടത്തുന്നതെന്നും പ്രാദേശിക വിൽപ്പന ചെയ്യാമെന്നത് സംഘത്തിന്റെ നിയമാവലിയിലുള്ളതാണെന്നും സെക്രട്ടറി കൂട്ടിച്ചേർത്തു. UTV ന്യൂസ്, പാലക്കാട്.